മുക്കത്ത് SIയുടെ താമസ സ്ഥലത്തും മോഷണം. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. കാപ്പുമല വളവിലെ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം മുക്കം SI ശ്രീരാഗ് താൽക്കാലികമായി വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അരീക്കോട് പുത്തൻപീടിക സ്വദേശി മിയാസ് ബാബുവിനെ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നിരവധി മോഷണങ്ങളും മോഷണശ്രമങ്ങളും നടന്ന മുക്കം മേഖലയിൽ പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നതിനിടെയാണ് മുക്കത്ത് SIയുടെ താമസ സ്ഥലത്തും മോഷണം നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. കാപ്പുമല വളവിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപം മുക്കം SI ശ്രീരാഗ് താൽക്കാലികമായി വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട അരീക്കോട് പുത്തൻപീടിക സ്വദേശി മിയാസ് ബാബുവിനെ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മോഷണ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. SIയുടെ കൂടെ താമസിക്കുന്ന മുക്കത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ സനീഷ് സ്ഥലത്തെത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സനീഷിനെ കണ്ട 3 മോഷ്ടാക്കളിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടെങ്കിലും മിയാസ് ബാബുവിനെ സനീഷ് തടഞ്ഞുവെക്കുകയും തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ഉച്ചയ്ക്കൊരു 3 മണിയായപ്പം ഷോപ്പിൽ നിന്ന് റൂമിലേക്ക് വന്നപ്പോൾ ഫ്രണ്ട് ഡോർ തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ മുകളിൽ നിന്ന് ഒരാൾ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓടാൻ നോക്കി. ഞാൻ പിടിച്ചപ്പോൾ ബാക്കിൽ നിന്ന് 2 ആൾക്കാർ ഓടിപ്പോകുന്നത് കണ്ട്. അത് കഴിഞ്ഞ് അവനെ പിടിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു. പിടിച്ച് നോക്കുമ്പോൾ പിന്നെയാണ് കാണുന്നത് ബാക്കിലെ ഡോറ് പൊളിച്ചാണ് ഇവിടെ ഉള്ളിൽ കയറിയത്. അതിനുശേഷം എല്ലാ 3 റൂമിൻ്റെയും ഡോറ് പൊളിച്ചിട്ട് ഉള്ളിൽ കയറി ഓടിപ്പോയ ആൾക്കാരാണെന്ന് തോന്നുന്നു. റൂമിലുള്ള പൈസ എടുത്ത് 8500 രൂപേൻ്റെ അടുത്ത് എടുത്തുകൊണ്ടുണ്ട്. പിന്നെ ഡ്രിമ്മർ, പവർ ബാങ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. പക്ഷേ ലാപ്ടോപ്പ്, ടോർച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. പുറത്ത് കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. SIയുടെ താമസ സ്ഥലത്ത് നിന്നും 8500 രൂപയും മൊബൈൽ ഫോൺ ചാർജർ, ടോർച്ച് എന്നിവയും രക്ഷപ്പെട്ട പ്രതികൾ കൊണ്ടുപോയിട്ടുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ വീടിന് പുറത്തെത്തിച്ചെങ്കിലും കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. വീടിന് പുറകിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയത്. വീടിനകത്ത് 3 വാതിലുകൾ തകർത്ത് മുറികളിലും കയറിയിട്ടുണ്ട്. SIയുടെ താമസ സ്ഥലത്ത് തന്നെ മോഷണം നടന്നതോടെ മറ്റു മോഷണ കേസുകളിലെ പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മുക്കം.